ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളെ, ഇന്ന് 50 നോമ്പിൻ്റെ 4-ാമത്തെ ദിവസം. ഇന്ന് നമുക്ക് വായിക്കുവാനും ധ്യാനിക്കുവാനുമായി സഭ ക്രമീകരിച്ചു വന്നിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിനെ രണ്ടായിട്ട് നമുക്ക് ഭാഗിക്കാവുന്നതാണ്. ഒന്ന്, അന്യരെ വിധിക്കരുത് എന്നുള്ളതാണ്. 2, പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ്. നാം മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഇന്ന കാരണം നിമിത്തമാണ് അയാൾക്കത് സംഭവിച്ചതെന്ന്. പ്രിയമുള്ളവരെ, ഒരിക്കലും അത് പറയുവാൻ ഇടവരരുത്. ഒരനർത്ഥമോ ഒരാപത്തോ അപകടമോ എന്തെങ്കിലും ഹിതമല്ലാത്തതോ ഒരാളിൽ സംഭവിച്ചു പോയാൽ അതിനെ വിധിക്കുവാൻ നമ്മൾ ആരുമല്ല. വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, ന്യായവിധിയെല്ലാം പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. നമുക്കാരെയും വിധിക്കുവാനുള്ള അധികാരമില്ല. മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ വിഷമഘട്ടത്തിൽ നിന്ന് അവരെ ദൈവമേ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനും മാത്രമേ നമുക്ക് അവകാശമുള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കണം. രണ്ടാമതായിട്ട് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. വിശ്വസിച്ചുകൊണ്ട് യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് എനിക്കിത് തരുവാൻ തക്കവണ്ണം പര്യാപ്തനാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ മക്കൾക്ക് നമ്മൾ നല്ല ദാനങ്ങളെ നൽകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം തമ്പുരാൻ എത്ര അധികമായിട്ട് നമുക്ക് നന്മകളെ തരികയില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവിശ്വാസിയാകാതെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ പരിശുദ്ധ നോമ്പിൽ പ്രാർത്ഥനയോടും ജാഗരണത്തോടും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ദൈവത്തിൻ്റെ നന്മകൾ നിറപടിയായി പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നീ അറിയുന്നുവല്ലോ. തമ്പുരാനെ, അവ ഞങ്ങൾക്ക് ഇന്ന് തന്ന് നീ അനുഗ്രഹിക്കണമേ. നാഥാ, ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഒരിക്കലും വിധിക്കുവാൻ ഇടവരരുത്. നീ ഞങ്ങളെ ന്യായം വിധിക്കുമ്പോൾ ഞങ്ങൾ മറ്റുള്ളവരെ വിധിച്ചവരാണെന്ന് പറഞ്ഞ് തള്ളപ്പെടുവാൻ ഇടവരരുതേ. ഞങ്ങൾ നിൻ്റെ ന്യായവിധിയിൽ നല്ല പ്രതിഫലം പ്രാപിക്കുവാൻ ഇടവരണമേ. അങ്ങനെ ഞങ്ങൾ എന്നാളും നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് തന്നെ. ആമീൻ. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.